പ്രിയപ്പെട്ടവരെ നമസ്കാരം. അങ്ങനെ കേരള ബഡ്ജറ്റൊക്കെ മുഖ്യമന്ത്രി അവതരിപ്പിച്ചു. ഈ വർഷത്തെ അടിപൊളി ബഡ്ജറ്റാണ്. കേട്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും. പച്ചയ്ക്ക് പറഞ്ഞ മൂഞ്ചി. ഇതിപ്പോൾ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം. ഇതൊന്നും നടക്കാത്ത കാര്യങ്ങളാണ് ഈ കൂടുതലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ബഡ്ജറ്റിൽ. അപ്പം കൂടുതലൊക്കെ നിങ്ങൾക്കത് ചിന്തിക്കാൻ മനസ്സിലാവും. 40 വയസ്സ് കഴിഞ്ഞ് എല്ലാ പൗരന്മാർക്കും വർഷത്തിലൊരിക്കൽ നിർബന്ധിത ആരോഗ്യ പരിശോധന ഉറപ്പാക്കും. അത് കുഴപ്പമില്ല, ഗവൺമെൻറ് ആശുപത്രി ഫ്രീ ആയിട്ടാണ് നടന്നോളൂ. എന്തായാലും അത് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തെ ആഗോള ആരോഗ്യ ടൂറിസത്തിൻ്റെ കേന്ദ്രമാക്കാൻ ലക്ഷ്യമിട്ട പദ്ധതി, ഇതിൻ്റെ പ്രാരംഭ ഘട്ടത്തിന് 100 കോടി രൂപ വകയിരുത്തി. ടൂറിസത്തിന് ഇഷ്ടംപോലെ സാധ്യതകളുണ്ട്. ഇവിടെ 100 കോടി ഇരുന്ന് ഒതുക്കുന്ന പരിപാടിയൊന്നുമല്ല. അത് ഇവരെ എന്താണെന്നുള്ളത് വ്യക്തമായിട്ടൊരു പ്ലാനിങ്ങോ കാര്യങ്ങളൊന്നും വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അതിന് കാര്യത്തിൽ തീരുമാനമായി. കാർഷിക ക്ഷേമ പദ്ധതികൾ. റബ്ബറിൻ്റെ താങ്ങ് വില 200 രൂപയിൽ നിന്നും 250 രൂപ വർദ്ധിപ്പിച്ചു. ഇന്ന് റബ്ബറിൻ്റെ വില എത്രയാണെന്നറിയാമോ? 268 രൂപ ഇന്ന് വിലയുണ്ട്. 268 രൂപ വിലയുള്ള റബ്ബറിനാണ് ഇന്ന് 250 രൂപ താങ്ങ് വില ആക്കാൻ പോകുന്നത്. കുറയ്ക്കാനുള്ള പരിപാടിയാണ്. എന്ത് ചെയ്യാനാണ് നോക്കണം. ഞാൻ പറയാം, ഉമ്മൻചാണ്ടിയുടെ പേരിലാണ് മറ്റേ ആരോഗ്യ ഇൻഷുറൻസ്. ഒരു വീട്ടുകാർക്ക്, ഒരു കുടുംബത്തിന് 25 ലക്ഷം രൂപ. അതിനാകെ മാറ്റി വച്ചിരിക്കുന്നത് 10 കോടി രൂപ. അപ്പോൾ അതിനെങ്ങനെ ശരിയാവും? സാങ്കേതിക വിദ്യാഭ്യാസം, മലയാളം AI സംരംഭം 10 കോടി അനുവദിച്ചിട്ടുണ്ട്. ഇതൊക്കെ നടക്കുമോ? അത് നോക്കിയിട്ട് കാര്യമില്ല. സംസ്ഥാനത്തെ വിജ്ഞാന സംബന്ധ വ്യവസായമായിട്ടുണ്ടെങ്കിൽ സ്വപ്ന പദ്ധതി, അത് നമുക്ക് സാധാരണക്കാർക്ക് ആവശ്യമില്ല, നടക്കുന്ന പരിപാടി. അടിസ്ഥാന സൗകര്യ വികസനം, ടൂറിസം. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതി നടപ്പിലാക്കും. ഏത് കാലത്ത്? ഫർണിച്ചർ ഹബ്ബ്. പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് പുതിയ ഫർണിച്ചർ ഹബ്ബ് സ്ഥാപിക്കും. ആർക്കാണ് അതിൻ്റെ ഗുണം? അവിടെ ആരാണ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? JC ഡാനിയൽ ഫിലിം സിറ്റി. കൊച്ചിയിൽ ചിത്ര നഗരം സ്ഥാപിക്കും. അവിടെ വലിയ സാധാരണക്കാരും വലിയ മാറ്റങ്ങളൊന്നും നടക്കും. പക്ഷേ സിനിമാക്കാരൊക്കെ വെച്ച് കുറേ ഫെസ്റ്റിവൽ നടത്താമെന്നല്ലാണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെയൊക്കെയാണ് ഓരോരോ അവസ്ഥകൾ പറയുന്നത്. പിന്നോക്കം നിൽക്കുന്ന കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ കുറേ വികസനങ്ങൾ കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതെന്താണ്, എങ്ങനെയാണെന്നുള്ളതൊന്നും ഒന്നും വ്യക്തമായിട്ട് പറഞ്ഞതിനകത്തൊന്നും പ്രത്യേകിച്ച് ഒന്നും ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. അതുപോലെ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ചൊന്നും എവിടെയും പരാമർശിച്ചിട്ടില്ല. പിന്നെ എന്താ പറയുക, KSRTC സൗജന്യം. അത് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടതാണല്ലോ, മറ്റേ സിറ്റി ഫാസ്റ്റ് ഒക്കെ ആക്കി മാറ്റിയത്. എന്നിട്ട് പതുക്കെ നൈസായിട്ട് ഇപ്പോഴത്തെ ടിക്കറ്റിന് പതുക്കെ ചാർജ് കൂട്ടുകയും ചെയ്തു. അപ്പം അതൊക്കെ എങ്ങനത്തെ വികസനമായിട്ടാണ് നമ്മൾ കാണേണ്ടത്? സാധാരണക്കാരന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റി? കാരണം അതുപോലെ തീരദേശം മുഴുവൻ പ്രൈവറ്റ് വൽക്കരിക്കാൻ പോവുകയാണ്. എന്തായാലും കരിമണൽ ഖനനം, അതേപോലത്തെ മറ്റേ ധാതു ഖനനം, അത് ഖനനം, ഇത് ഖനനം എന്നൊക്കെ പറഞ്ഞ് തീരദേശത്ത് താമസിക്കുന്നവർക്ക് ഇപ്പം പണി കിട്ടാൻ പോകുന്നുള്ളൂ. സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യവും ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. പറഞ്ഞിട്ട് കാര്യമില്ല, അനുഭവിക്കുക. അതുപോലെ ഈ വന്യജീവികളുടെ പ്രശ്നങ്ങൾ കുറേ ലഘൂകരിക്കും. അപ്പോൾ ലഘൂകരിക്കും എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് മാറ്റം വരാമെന്ന് പോലെ പരിപൂർണമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെയുള്ള ജനങ്ങളിങ്ങനെ ആന ചവിട്ടിങ്ങൊന്നും പുരി പിടിച്ചൊക്കെ അങ്ങനെ തീർന്നോളും. ആ ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്രോളിൻ്റെ വില കുറയ്ക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പെൻഷൻ 3000 രൂപയാക്കി കൊടുക്കുന്നതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടില്ല. KSRTC അങ്ങനെ ചെയ്തത് കൊണ്ട് കുറച്ച് പ്രൈവറ്റ് ബസ്സുകാർക്ക് കുറച്ച് എന്തൊക്കെ ഇളവുകൾ കൊടുത്തിട്ടുണ്ട്. അല്ലാണ്ട് എന്താണ് പറഞ്ഞിട്ടുള്ളതിലെന്ന് പുള്ളി നേരത്തെ പറഞ്ഞതും
അധികാരം കിട്ടിയാൽ ചെയ്യുമെന്ന് പറഞ്ഞ് ഒരു കാര്യത്തെക്കുറിച്ചും വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഒന്ന് നടപ്പിലാകൽ ചുമ്മാ ഒരു പ്രസ്താവന മാത്രമായിട്ട് പോകാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്തിട്ട് പോയി. അടിപൊളി ബഡ്ജറ്റായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിട്ട് കേട്ടോ, എന്താ നാളെ നോക്കിയിട്ട്